ഉള്ളിലേക്ക് വന്നു. ഇത് പ്രായോഗികമായി നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ഇതിന്റെ ഫലം നമുക്കുണ്ടായിത്തീരും. കേവലം ഒരു അറിവായി കേട്ടുപോയാൽ ഈ അറിവ് നമുക്ക് പ്രയോജനം ഉണ്ടാക്കുകയും ചെയ്യില്ല. അങ്ങനെ ഹറാമും ഹലാലും വേർതിരിക്കാതെ, ഹറാമായ ചിന്തകൾ കടന്നു വരുമല്ലോ പലപ്പോഴും, ഹലാലായ ചിന്തകളും കടന്നു വരും. ഹറാമും ഹലാലും വേർതിരിക്കാതെ രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ഏതെല്ലാം ചിന്തകളാണോ, ഏതെല്ലാം ആലോചനകളാണോ നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയത്, ആ ആലോചനകൾ ഒന്നുകിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ഓർമ്മിച്ചു നോക്കുക. ഓർമ്മിക്കുമ്പോൾ എല്ലാ ചിന്തകളും തെളിഞ്ഞു വരില്ല. അതിനുവേണ്ടിയാണ് എഴുതി വെക്കണം. സാധിക്കുമെങ്കിൽ ഷോർട്ടായി എഴുതി വെക്കുക. എന്നിട്ട് കിടക്കയിൽ നിന്ന് നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലിയതിന് ശേഷമോ കിടക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചൊല്ലുന്നതിന് മുമ്പോ ഈ ഒരു ദിവസം നടന്നുപോയ അല്ലെങ്കിൽ കടന്നുപോയ ചിന്തകളെ നമ്മൾ ഇങ്ങനെ ഒന്ന് മനസ്സിന്റെ മെമ്മറിയിൽ കൊണ്ടുവന്ന് നോക്കുക. ഒന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ മറ്റൊരു ചിന്ത വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചോ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. ചിന്തിച്ചത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഇത്രയൊക്കെ ആലോചിച്ചു പോയോ, അത് പ്രത്യേകിച്ച് ഞാനൊന്നും വിചാരിക്കാതെയല്ലേ അങ്ങനെ ആലോചിച്ചത്, ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. ഇത് ഞാനാണോ എന്ന് ചിന്തിക്കുക. ആ ഒരു ചിന്ത ഉള്ളിലേക്ക് വരും. അങ്ങനെ ഒരാഴ്ച കൊണ്ടുവന്നാലോ, നാളത്തെ രാവിലെ മുതൽ നമ്മൾ തുടങ്ങി അടുത്ത ശനിയാഴ്ച വരെ അള്ളാഹു നമുക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആണെങ്കിൽ ഒരാഴ്ച നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയ ചിന്തകൾ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഏതുമാവട്ടെ, പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഉള്ളിൽ ചില അവസ്ഥകൾ രൂപം കൊള്ളും. നമ്മുടെ ഉള്ളിൽ ചില അവസ്ഥകൾ ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. യാഥാർത്ഥ്യം എപ്പോഴാണോ ബോധ്യപ്പെടുന്നത്, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ മഹാവിസ്ഫോടനം ഉണ്ടായിത്തീരും. യാഥാർത്ഥ്യത്തിന്റെ വിസ്ഫോടനം. അപ്പൊ യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിയുന്ന തരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ചില പ്ലാനിങ്ങുകളും ചില മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തണമെന്ന് മാത്രം. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്കൊന്നും കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, ശാന്തി കിട്ടുന്നില്ല എന്ന് പരാതിയും പ്രയാസവും പറയുന്നവർ ഇത്തരം കാര്യങ്ങളെ ആലോചിച്ചാൽ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഉള്ളിൽ ബോധം തെളിഞ്ഞു വരും. ബോധമില്ലായ്മയാണ് പലരുടെയും പ്രശ്നം. ബോധമില്ലായ്മയെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്ന് പറയുന്ന ആയത്തിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, ഉലൈക ഹുമുൽ ഗാഫിലൂൻ, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലാഹു കുറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവർക്കുള്ള സവിശേഷതകളെ കുറിച്ചും അല്ലാഹു പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, അവരാണെങ്കിൽ ബോധമില്ലാത്ത സമൂഹമാകുന്നു. സഹോദരന്മാരെ, ചിന്തിക്കൂ, ബോധമില്ലാത്ത സമൂഹമാണോ നമ്മൾ? അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ബോധമുണ്ടായിത്തീരാൻ, ഉള്ള ബോധത്തെ നിലനിർത്താൻ നമ്മുടെ ഭാഗത്ത് കാര്യമായ എഫേർട്ട് വേണ്ടേ? നമ്മുടെ ഭാഗത്ത് കാര്യമായ ശ്രമം വേണ്ടേ? അങ്ങനെ ബോധമില്ലാത്ത ആൾക്കാര് മനസ്സുകൊണ്ടുള്ള ഉറക്കത്തിലായിരിക്കും. ശരീരം കൊണ്ടുള്ള ഉറക്ക് മറ്റൊരു വിഷയമാണ്. മനസ്സുകൊണ്ടുള്ള ഉറക്കത്തിലായിരിക്കും. ആരാണോ മനസ്സുകൊണ്ട് ഉറങ്ങുന്നത് അവൻ എപ്പോഴും ദുരിതങ്ങളും പ്രയാസങ്ങളും തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്? കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ, കാര്യങ്ങളെ വ്യതിരിക്തമായി ഗണിച്ച് കൂട്ടി കിഴിച്ച് ഹരിച്ച് ഗുണിച്ച് മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ മനസ്സുകൊണ്ടാണ്. ആ മനസ്സാണെങ്കിലോ കെണിയിൽ പെട്ടുപോയി, കാരാഗ്രഹത്തിൽ പെട്ടുപോയി, പല ചിന്തകളിലും പെട്ടുപോയി. അതിൽ നിന്നുള്ള ഒരു റിട്ടേണിംഗ്, അതിൽ നിന്നുള്ള ഒരു കമ്മിങ് ബാക്കാണ്, അതിലേക്ക് പോവലാണ് നമ്മുടെ ബോധം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന്റെ ഘടനയെക്കുറിച്ച് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ, മനസ്സിന്റെ ഘടന എങ്ങനെയാണ്, അത് ഓരോന്നും സയന്റിഫിക്കലായി പഠിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ പഠിക്കാൻ നമുക്ക് സാധിക്കുകയില്ല, കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത്, കാലാവസ്ഥകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. വെയിൽ വരും, മഴ വരും.
തണുപ്പ് വരും, ചൂട് വരും, മഞ്ഞുകാലം വരും, മഞ്ഞില്ലാത്ത കാലം വരും. ഇതൊക്കെ കാലാവസ്ഥയിൽ നമ്മൾ കാണുന്നതാണല്ലോ, അല്ലേ? കാലാവസ്ഥയിൽ സാരമായ മാറ്റമുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഈ സമയമൊക്കെ റോഡിലുള്ള കുണ്ടും കുഴിയിലും റോഡിലൂടെ ഒഴുകുന്ന ഓവുചാലിലും വെള്ളം ഇപ്പോൾ സുഗമമായി ഒഴുകേണ്ട സമയമായി ഈ സമയം, അല്ലേ? തുലാവർഷം കഴിഞ്ഞ് വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ റോഡിലുള്ള ചളി തെറിച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനോ നടക്കാനോ ഇത്തിരി പ്രയാസം കൊണ്ട് ഉണ്ടാകേണ്ട സമയമായത്. ഏത് കാലാവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? റോഡൊക്കെ ഉണങ്ങി വരണ്ടു, ഓവുചാലുകളിൽ ഒരു ഉറ്റു വെള്ളമില്ല. കുറച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വെള്ളം തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നല്ല മഴ തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നിന്റെ പരീക്ഷണങ്ങളാവാൻ പഠിച്ചവനെ ഇത്. ഈ പാപികളായ നമ്മളെ ഇനിയും നീ പരീക്ഷിക്കല്ല അല്ലാ. ഈ പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള ഈമാനൊന്നും പഠിച്ചവനെ നമുക്കില്ല. പഠിച്ചവനെ, നീ എല്ലാം ഹൈറിലാക്കി തരണേ അല്ലാ. സാമ്പത്തികമായ പ്രയാസങ്ങൾ നിന്റെ പരീക്ഷണമാണ് പഠിച്ചവനെ. വെള്ളമില്ലാതെ മഴയില്ലാതെ ബുദ്ധിമുട്ടുന്നതും നിന്റെ പരീക്ഷണമാണ് അല്ലാ. എല്ലാം നീ ഹൈറിലാക്കി മാറ്റണേ അല്ലാ. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാലാവസ്ഥകളെ കുറിച്ച് ബോധവാന്മാരാകുന്നത് പോലെ, അതിനെക്കുറിച്ച് അറിവുള്ളതുപോലെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ, ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ നിരാശ, ചിലപ്പോൾ കുറ്റബോധം, ചിലപ്പോൾ വിഷാദം, ചിലപ്പോൾ മറ്റു ചില കാര്യങ്ങൾ, ഇതൊക്കെ വരും പോകും, വരും പോകും. ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫാൻ കറങ്ങാൻ നമ്മൾ സ്വിച്ച് ഇടണം. സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും, അതേ സ്വിച്ച് തന്നെ ഇട്ടാൽ ഫാൻ ഓഫ് ആവും ചെയ്യും. അങ്ങനെയാണല്ലോ. ലൈറ്റും അതേപോലെ തന്നെയാണ്. എന്നതുപോലെ നമ്മുടെ ഉള്ളിലും ഇൻവിസിബിൾ സ്വിച്ച് ധാരാളമായുണ്ട്, കാണാത്ത സ്വിച്ചുകൾ. ഏത്? ഒരാളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ സ്വിച്ച് എന്റെ ഉള്ളിൽ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഒരാളെ കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിലോ എന്റെ ഉള്ളിൽ ഞാൻ അറിയാതെ വെറുപ്പിന്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞു. മറ്റൊരാളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നെങ്കിലോ സന്തോഷത്തിന്റെ സ്വിച്ച്. ഇങ്ങനെ സ്വിച്ചുകൾ മാറി മറിഞ്ഞിടുന്നവരാകുന്നു നമ്മൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സ്വിച്ച് ഏതാണ്? ആ സ്വിച്ച് ഇടുന്നതിന്റെ ഫലമായി എന്റെ ബോഡിയിൽ, എന്റെ മനസ്സിൽ, എന്റെ ആത്മാവിൽ ഗുണമാണോ ലഭിക്കുന്നത്, ദ്രോഹമാണോ ലഭിക്കുന്നത് എന്ന് ചിന്തിക്കലാണ് മാനസികമായ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ഫസ്റ്റ് പടി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ കാലാവസ്ഥകളെ കുറിച്ച് ചിന്തിക്കാനും മാറി മാറി വരുന്ന ചിന്തകളിൽ നിന്ന് ഏത് ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് ഒറ്റൊരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകും, നിരാശകൾ ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കൂ, ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? അല്ലല്ലോ. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം നിഷേധിക്കാനാവില്ല. എന്നാൽ പ്രയാസങ്ങൾ മാത്രമാണോ ഉണ്ടായത്? ഒരിക്കലുമല്ല. ജീവിതത്തിൽ ധാരാളം സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ആരോഗ്യമില്ല എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തോടെയുള്ള നല്ല ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കുന്നു ആരോഗ്യമില്ലായ്മയിൽ ചിന്തിക്കുന്നു. എന്നാൽ ആരോഗ്യമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ആരോഗ്യമില്ലായ്മ മാറി ആരോഗ്യത്തിലേക്ക് പോകുമെന്നുള്ള കാലം ഉണ്ടാകും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദുരിതങ്ങളിൽ മാത്രം നമ്മൾ കണ്ണു നട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തു മറന്നുപോകുന്നു? നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന വശങ്ങളെ നമ്മൾ മറന്നുപോകുന്നു. ജീവിതത്തിൽ സുഖം കിട്ടണമെങ്കിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നെഗറ്റീവുകൾക്ക് വല്ലാത്ത അട്രാക്ഷനാണ്. നെഗറ്റിവിറ്റികൾക്ക് വല്ലാത്ത ഒരു വശീകരണ ശക്തിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് എന്തോ പ്രയാസമുള്ളൊരു കാര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഈ വെള്ളിയാഴ്ചയും എന്തോ പ്രയാസം ഉണ്ടായി എന്ന് വിചാരിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ അതേ പ്രയാസം അല്ലെങ്കിൽ അതിന് സമാനമായ പ്രയാസം, ആ പ്രയാസവും ഈ പ്രയാസവും തമ്മിൽ ഒന്നായി ചേരും. നിങ്ങൾ നോക്കൂ, ഈ മൊമെന്റിൽ ഈ സമയത്തൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതേതുമാകാം. ഈ പ്രയാസം നമുക്ക് ശല്യമുണ്ടാക്കുന്നത് പോലെ നേരത്തെ ഉണ്ടായ പ്രയാസവും തമ്മിൽ ശല്യം ഉണ്ടാക്കും. അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാകാം, അറിയാതെയാകാം. ഇവർ തമ്മിൽ കമ്പനിയാകും. ഏത് തമ്മിൽ? പ്രയാസങ്ങൾ തമ്മിൽ കമ്പനിയാകും. ഈ കമ്പനിയെ പൊളിക്കാൻ എന്താ വഴി? ഈ കമ്പനിയെ പൊളിക്കാനുള്ള വഴി, കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് പ്രയാസം മാത്രമല്ല ഉണ്ടായത്, ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ആ സന്തോഷത്തെ നമ്മൾ കാണുക, ഇന്നുണ്ടായ സന്തോഷത്തെയും കാണുക. ഈ രണ്ട് സന്തോഷങ്ങളെ ചേർക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം
നെഗറ്റീവുകൾക്ക് ആകർഷണ ശേഷിയും വശ്യശക്തിയും ഉള്ളതുപോലെ തന്നെ പോസിറ്റീവുകൾക്കുമുണ്ട്. എന്നാൽ ഈ പോസിറ്റീവുകൾ തമ്മിൽ ചേരില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ കാണും, ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ചയോ നമ്മുടെ റൂം വൃത്തിയാക്കാതിരുന്നാൽ കുറെ മുടികൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ കുറച്ച് മുടികൾ കൂടിച്ചേർന്ന് പല ഭാഗത്തേക്ക് ചെതറിപ്പോയ ഒരു മുടി ഇവിടെ ഉണ്ടാകും, ഒരു മുടി ഇവിടെ ഉണ്ടാകും, മറ്റവിടെ ഉണ്ടാകും. അത് കാറ്റിനോ മറ്റോ വീശിയിട്ട് എല്ലാം കൂടി കൂണിപ്പിടഞ്ഞ് കിടക്കുന്നൊരവസ്ഥ കാണാറുണ്ടല്ലോ. ഒറ്റപ്പെട്ട് കിടക്കുന്ന മുടി കാറ്റിനോ അല്ലെങ്കിൽ മറ്റു അവസ്ഥയിലോ ഒന്നിച്ചു ചേർന്ന് കൂടിപ്പിടഞ്ഞ് മുടിയുടെ കെട്ടായി മാറുന്നു എന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പല ചിന്തകൾ, നമ്മുടെ ഉള്ളിലുള്ള പല ആലോചനകൾ, നെഗറ്റീവുകളെല്ലാം ഒന്നായി ചേർന്ന് വലിയൊരു കെട്ടായി മാറും. ആ കെട്ടിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഇന്ന് നമ്മോട് ചെയ്യുന്ന വലിയ അപരാധം. അല്ല എന്ന് നിങ്ങൾ തത്വത്തിൽ പറഞ്ഞാലും ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഗൗരവമായ ചിന്തക്ക് വിഷയീഭവിപ്പിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കൂ. അള്ളാഹു റഹ്മത്തുകളെ കാണാനല്ലേ പറയുന്നുള്ളൂ? അള്ളാഹു നമ്മുടെ റഹ്മത്തുകളെ കാണാനല്ലേ പറയുന്നുള്ളൂ? എന്തുകൊണ്ട് റഹ്മത്തുകളെ കാണാൻ സാധിക്കുന്നില്ല? ആ റഹ്മത്തുകളെ അടക്കി ഭരിക്കുന്ന രീതിയിൽ മറ്റു ചിന്തകൾ നമ്മിലേക്ക് കടന്നു വന്ന് ഈ മുടിക്കെട്ട് ഒന്നായി ചേർന്ന് വലിപ്പം കൂടിയതുപോലെ നമ്മുടെ തെറ്റായ ചിന്തകൾ ഉരുണ്ടുകൂടി പരസ്പരം ഇഴചേർന്ന് ഒന്നിച്ചു ചേർന്ന് ഒന്നാകുമ്പോൾ നമ്മൾ ആ തെറ്റിലേക്ക് മാത്രം ശ്രദ്ധിക്കേണ്ടി വരുന്നു. ഈ ശ്രദ്ധയുടെ ചാനൽ തിരിച്ചുവിടാൻ നമ്മൾ തയ്യാറാവുന്നില്ല എങ്കിൽ നമ്മൾ പറയും ജീവിതം കഷ്ടപ്പാടിലാണ്, ജീവിതം ദുരിതത്തിലാണ്, ജീവിതം ബുദ്ധിമുട്ടിലാണ്, അങ്ങനെയാണ്, സമാധാനം കിട്ടുന്നില്ല, ശാന്തി കിട്ടുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതൊക്കെ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും ആലോചനകളും ഈ രീതിയിലേക്ക് മാറണം, ഈ രീതിയിലേക്ക് പോകണം. അങ്ങനെ പോവലാണ് ജീവിതത്തിന്റെ ടേസ്റ്റും ലസ്സത്തും ആസ്വദിക്കാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അതിനപ്പുറത്തെയും പ്രധാന ഘടകമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലൈഫിലുണ്ടായ സന്തോഷത്തെ പ്രൊജക്ട് ചെയ്യാൻ, ലൈഫിലുണ്ടായ ഭാര്യയോട് വെറുപ്പ് തോന്നുമ്പോൾ ഭാര്യന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം, ശരിയാണ്. പക്ഷെ ഭാര്യന്റെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വായിക്കുമ്പോൾ എന്തോ ഇന്നൊരു നീരസം ഉണ്ടായി ഭാര്യയുമായി എന്ന് വിചാരിക്കുക. ഈ നീരസം ഇന്നത്തെ നീരസത്തിൽ നിൽക്കുന്നില്ല. അവള് കഴിഞ്ഞ ആഴ്ച അങ്ങനെ തന്നെയായിരുന്നു, അതിലപ്പുറത്താഴ്ച അങ്ങനെ തന്നെയായിരുന്നു. ഈ ചിന്തകൾ പരസ്പരം കോറിലേറ്റ് ചെയ്യും. ഉറപ്പാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്നവൻ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പ്രോസസ്സിംഗ് അറിയുന്നില്ലെങ്കിലും അതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ചിന്തയുടെ ചാനലിന്, ചിന്തയുടെ സ്വിച്ചിനെ നമ്മൾ അനുവദനീയമായ സ്ഥലത്ത് ഇടുവാനും ചിന്തയുടെ സ്വിച്ച് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ ഓഫ് ചെയ്യാനും നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലൈഫിൽ നമുക്ക് കിട്ടേണ്ട സന്തോഷം കിട്ടും. അള്ളാഹുവെ, നമുക്ക് നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ഒറ്റൊരായത്ത് ഓതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തശ്കുറൂൻ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ ഒന്നും അറിയാത്ത രീതിയിലാണ് ഈ ലോകത്തേക്ക് വന്നത് എന്ന് അല്ലാഹു പറഞ്ഞു. ഒന്നും അറിയാത്ത രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കേൾവിയും കണ്ണും ഹൃദയവും തന്നിരിക്കുന്നു. നിങ്ങൾ ശുക്ർ ഉള്ളവരായി മാറണമെന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. നമ്മുടെ കേൾവി കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളാണ് ഉള്ളിലേക്ക് അറിവുകൾ പോകുന്ന ഡോറ്. ഈ പള്ളിയിലേക്ക് വരാനുള്ള ഡോറുകൾ പോലെ, ഡോറുകൾ അടച്ചിട്ടാൽ പള്ളിയിലേക്ക് വരാൻ പറ്റില്ലല്ലോ എന്നതുപോലെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഡോറുകൾ. നമ്മുടെ മനസ്സിലേക്ക് അറിവുകൾ പോകുന്ന ഡോറാണ് പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളെ സൂക്ഷിക്കാൻ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. സംഇനെയും ബസറിനെയും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ സംഉ കൊണ്ടും ബസർ കൊണ്ടും നിങ്ങൾ കരുണയുള്ളവരായി മാറണം, നന്ദിയുള്ളവരായി മാറണമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞുകൊണ്ടേയിരിക്കാൻ നമ്മുടെ ഖൽബ് ഉണരാനാണ്, നമ്മുടെ മനസ്സ് ഉണരാനാണ്. അല്ലാഹുവേ, ഖൽബിനെയും മനസ്സിനെയും നീ ഉണർത്തണേ പടച്ചവനെ. നിന്നെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ നമുക്ക് നീ ഇട്ടുതരണേ അല്ലാ. അല്ലാഹുവേ, നമുക്ക് നീ ഖൈറ് പ്രദാനം ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേർ, എല്ലാവരും തന്നെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടും ട്രാൻസാക്ട് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പടച്ചവനെ. ഈ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. നീ മാറ്റിത്തരണേ പടച്ചവനെ. എല്ലാ വഴികളെയും നീ എളുപ്പത്തിലാക്കിത്തരണേ അല്ലാ. അല്ലാഹുവേ, എല്ലാം നീ എളുപ്പത്തിലാക്കിത്തരണേ പടച്ചവനെ. നമ്മുടെ ഭരണാധികാരികളുടെ ഖൽബുകളിൽ നീ റഅഫത്തിനെയും ഇൽഫത്തിനെയും ഇട്ടുകൊടുക്കണേ അല്ലാ.
അള്ളാഹുവേ എല്ലാറ്റിന്റെയും ഖൈറും ഷർറും തീരുമാനിക്കുന്നവൻ നീയാണല്ലോ പടച്ചവനെ. അള്ളാഹുവേ നീ മാത്രമാണ് പടച്ചവനെ. നമുക്ക് നീ ഖൈറിനെ തരണേ അള്ളാഹുവേ. വൃശ്ചിക മാസമായിട്ട് നല്ല തണുപ്പുണ്ടാകേണ്ട മാസം പടച്ചവനെ. അന്തരീക്ഷം തണുക്കുന്നില്ല രാവിലെ തണുക്കുന്നില്ല പടച്ചവനെ. നിന്റെ മഴയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പടച്ചവനെ നമ്മളെല്ലാവരും. നിന്റെ മഴയെ തന്നുകൊണ്ട് നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. നല്ല തണുപ്പുണ്ടാകേണ്ട സമയത്ത് കൊടും ചൂടിൽ പ്രയാസപ്പെടുകയാണ് പടച്ചവനെ നമ്മളെല്ലാവരും. അള്ളാഹുവേ നിന്റെ നല്ല കാലാവസ്ഥ തന്നുകൊണ്ട് നമ്മളെ നീ അനുഗ്രഹിക്കണേ നമ്മളെ ആരെയും നീ ബുദ്ധിമുട്ടിക്കല്ല കുടിക്കാൻ വെള്ളമില്ലാതെ നീ പ്രയാസപ്പെടുത്തല്ല കുളിക്കാൻ വെള്ളമില്ലാതെ നീ പ്രയാസപ്പെടുത്തല്ല പടച്ചവനെ. നിന്റെ പാപികളായ അടിമകളാണ് പടച്ചവനെ നമ്മളെല്ലാവരും. നമ്മളോട് നീ കാരുണ്യം കാട്ടിയിട്ടുണ്ട് പടച്ചവനെ. ഇനിയും നീ നന്നായി കരുണ കാണിക്കണേ പടച്ചവനെ. നമ്മളെ നീ കൈവടിയല്ല നമ്മൾ ചെയ്തു പോകുന്ന പാപത്തിന്റെ ഭാരം കൊണ്ട് പടച്ചവനെ നിന്റെ അദാബുകൾ നമ്മിലേക്ക് നീ ഇറക്കല്ല അള്ളാഹുവെ. നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെ കൊണ്ട് നിന്റെ പാപം നിന്റെ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് അള്ളാഹുവെ നമ്മളെ നീ പരീക്ഷിക്കല്ല പരീക്ഷണങ്ങൾ നീ വിജയിപ്പിക്കണേ പടച്ചവനെ. അള്ളാഹുവെ നമ്മളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.